2 ദിവസത്തെ ആഡംബര കപ്പൽ യാത്ര. ഹോഡേലിയ കമ്പനിയുടെ ഈ കപ്പലിൽ ബോംബെയിൽ നിന്നും കൊച്ചിയിലേക്ക് 2 ദിവസം ആനന്ദകരമായൊരു യാത്ര സംഘടിപ്പിക്കാനായിട്ട് തൊടുപുഴയിൽ നിന്നും പുറപ്പെട്ട് കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗം ബോംബെയിൽ നിന്നും ഡെക്കിലേക്കൊരു ബസ് യാത്ര. തുടർന്ന് ഇവിടെ നിന്നും ബോംബെയിൽ നിന്നും കൊച്ചിയിലേക്ക് 2 ദിവസം ഈ കപ്പലിലെ എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും പാനീയങ്ങളെല്ലാം ഉൾപ്പെടെ 29,900 രൂപയ്ക്ക് അറേഞ്ച് ചെയ്തപ്പോൾ തൊടുപുഴക്കാരെ സംബന്ധിച്ച് കൂടുതൽ യാത്ര ചെയ്ത് പരിചയമില്ലാത്തവർക്ക് പോലും ഈ നമ്മളോടൊപ്പം തന്നെ യാത്ര ചെയ്ത് തിരിച്ച് ഓഫീസിൽ തൊടുപുഴയിൽ എത്തത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളായിരുന്നു ചെയ്തിരുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷമായി. കുടുംബങ്ങൾ തനിയെ വിട്ടവരുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ പോന്നിട്ടുണ്ട്. അങ്ങനെ 95 പേര് ആണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. വളരെ നിറഞ്ഞ ഒരു സംതൃപ്തിയോടെയാണ് ഉള്ളവർ ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. നല്ല യാത്ര. ഇവിടെ ആണെങ്കിൽ കപ്പലിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും, നല്ല മുറികൾ, ഓരോ 2 പേർക്ക് വീതം കിടക്കാവുന്ന മുറികളും, അതുപോലെ തന്നെ 3 നേരവും ഭക്ഷണങ്ങളും പാനീയങ്ങളും എല്ലാം സൗജന്യമാണ്. തൊടുപുഴയിൽ നിന്നും പുറപ്പെട്ട് തൊടുപുഴയിൽ തിരിച്ചെത്തുന്ന ഇതുപോലെ ഇത്രയും ചെലവ് ചെറിയൊരു പാക്കേജ് എല്ലാവർക്കും സ്വാഗതാർഹമായിരുന്നു. ഇത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.
ഞങ്ങൾ കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ കൂടെ ക്രൂയിസിൽ യാത്ര പോകുന്നതാണ്. പ്രതീക്ഷിച്ചതിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്. 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാ കപ്പൽ യാത്രയുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ എൻജോയ്മെൻറ്റും അനുഭവിക്കാൻ പറ്റും. ഇത് സാധിക്കുമെങ്കിൽ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ യാത്രയൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ സാധാരണ ഒരു ട്രിപ്പ് പോകുന്ന പോലെയല്ല. ഇത് കടലിന് നടുക്കൂടെയുള്ള യാത്ര ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒന്നും നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. ആസ് യൂഷ്വൽ നമ്മൾ വീട്ടിലിരിക്കുന്നത് പോലെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ ഭക്ഷണമൊക്കെ ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഏത് സമയത്തും നമുക്ക് കിട്ടും. ഒരു കാര്യത്തിനും നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. അക്കോമഡേഷൻ ഒക്കെ നല്ല സൗകര്യമാണ്. എല്ലാവരും ഇതൊന്ന് ഉപയോഗിക്കണം. ഈ സൗകര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതുവരെ പോയിട്ടുള്ള എല്ലാ യാത്രകളെക്കാളും ഇതൊരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. നന്ദിയാണ് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് രാജൻ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ മുമ്പുള്ള പല ട്രിപ്പുകളിലൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ 2014 ഹോളി ലാൻഡ് കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ കൂടെ പോയതാണ്. പിന്നീട് മാത്യു സാറിൻ്റെ കൂടെ ഗോവ ട്രിപ്പിന് പോയി. പിന്നീടിപ്പോഴാണ് കൂടെ പോകുന്നത്. കണ്ടിരിക്കൽ ട്രാവൽസിന് കൂടെയുള്ള യാത്ര എല്ലാ തരത്തിലും ഞങ്ങൾക്ക് വളരെ പ്രയോജനമായിരുന്നു. വേണ്ട കാര്യങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള യാത്രയായിരുന്നു. പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് എബ്രഹാം. ഞാൻ പത്തനംതിട്ട ജില്ല തണ്ണിത്തോടുന്ന ഗ്രാമത്തിൽ നിന്നാണ്. കണ്ടിരിക്കൽ ട്രാവൽസുമായിട്ട് എൻ്റെ ആദ്യത്തെ ആദ്യമായിട്ട് ഞാൻ പോവാണ്. പക്ഷെ അവരുടെ സർവീസും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതായിരുന്നു. കൂടെ വന്ന സ്റ്റാഫിൻ്റെ ആണെന്നൊരു എല്ലാം നല്ല അനുഭവം എനിക്ക് സമ്മാനിച്ചു തന്നത്. അതുകൊണ്ട് ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ എന്തെങ്കിലും ടൂർ വരികയാണെങ്കിലും അവരോട് പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം നല്ല സർവീസാണ്.
കണ്ടിരിക്കൽ ട്രാവൽസിനെ പറ്റി ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ കൂടെ ഒരു ട്രിപ്പിന് വരുന്നത്. ഞാൻ വേറൊരു ട്രിപ്പിന് പോയിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഭാര്യയുടെ ഫ്രണ്ട്സും അവരെല്ലാം കൂടെ ഇങ്ങനെ ഒരു ക്രൂയിസിങ്ങിന് പോകാൻ പരിപാടി ഇടുന്നുണ്ട്, കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ വക ഇത്രയാണ് ചാർജ് എന്ന് പറഞ്ഞു. നമ്മൾ പേര് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അന്നേരം തന്നെ പേര് കൊടുക്കരുത്. വന്നത് തീർച്ചയായിട്ടും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ഒരു അനുഭവമായിരുന്നു. പണ്ട് CV രാമൻ കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ കടൽ വെള്ളം എന്തുകൊണ്ട് നീല നിറത്തിലായിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയം തോന്നി. അതിനെപ്പറ്റി ഗവേഷണം നടത്തിയിട്ടാണ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ കടൽ വെള്ളത്തിൻ്റെ നീല നിറവും ആകാശത്തിൻ്റെ നീല നിറവും ഒക്കെ കാരണം രാമൻ ഇഫക്റ്റാണ്. അത് സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനോമിനാണ്. ഇന്നതിപ്പോൾ നേരിൽ കാണുമ്പോൾ ആ ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്. ഏതായാലും ഇങ്ങനെ ഒരു മനോഹരമായ ടൂർ അറേഞ്ച് ചെയ്തതിന് കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ ഭാരവാഹികളുടെ പ്രത്യേകം നന്ദി അറിയിച്ചോളൂ. നമ്മളൊക്കെ തൊടുപുഴക്കാരനാണെങ്കിലും കണ്ടിരിക്കൽ ട്രാവൽസിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്രൂയിസ് ഷിപ്പ് യാത്ര ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ലക്ഷദ്വീപിന് ഷിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും ഒക്കെ വളരെ ആനന്ദകരമായ ഒരു യാത്രയാണ് ഈ കണ്ടിരിക്കൽ ട്രാവൽസ് സംഘടിപ്പിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകാൻ വേണ്ടി അതിൻ്റെ MD മാത്യു സാറ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ 4ഓളം സ്റ്റാഫുകൾ കണ്ടിരിക്കൽ ട്രാവൽസിൻ്റെ ഉണ്ട്. എന്താവശ്യം വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പറഞ്ഞാൽ അവർ അത് നിർവഹിക്കാൻ സന്നദ്ധരായിട്ടാണ് വന്നത്. അതുപോലെ ഈ ക്രൂയിസ് ഷിപ്പ് യാത്രയിൽ ഒരു സ്വർഗത്തിൽ ജീവിക്കുന്ന അനുഭൂതിയാണ് ഉണ്ടായത്. കാരണം നമുക്ക് സമയാസമയങ്ങളിൽ ഫുഡ്, അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് തത്സമയം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. രാത്രിയാണോ പകലൊന്നോ ഇല്ലാതെ എല്ലാം ആസ്വദിക്കുവാനുള്ള ഒരു സംവിധാനം ഈ കണ്ടിരിക്കൽ ട്രാവൽസ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ ഇതുപോലെ നല്ല നല്ല ടൂറുകൾ അറേഞ്ച് ചെയ്യട്ടെ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. गुलाल उड़ाने रंग चढ़ाने होली का त्योहार आया रे, ढोल बजे रे दिल सजे रे हर चेहरा मुस्कुराए आया रे, गुलाल उड़ाने रंग चढ़ाने प्रीत का रंग छाया रे, आज न कोई दूरी रहे सबको गले लगाया रे, फिर से लौट आया, ढोलक की थाप पे झूम उठे, हर दिल रंग में समाया।